Hello class, welcome to the next lecture in programming in C. So today we'll properly start C and we'll start with some syntax and stuff. Okay. So first of all, let's talk about tokens in C. Okay. So what do you mean by token? And the token and then token, it is what anything that is written as a part of a program in C. Okay. അതായത് ഒരു കോഡ് നിങ്ങൾ എഴുതുകയാണ്, അതിൽ എന്ത് എഴുതിയാലും അതിൽ എന്ത് നിങ്ങൾ എഴുതുന്നു, വാട്ട് എവർ യു ആർ ടൈപ്പിംഗ്, ഇറ്റ് ഈസ് എ ടോക്കൺ. സോ ടോക്കൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആവാം? ഇറ്റ് ക്യാൻ ബി കീവേഡ്സ് അല്ലേ, കീവേഡ്സ് ആവാം, ഇൻഡ്, വോയിഡ്, മെയിൻ, അതുപോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പല കീവേഡ്സ് ആവാം. ദെൻ കീവേഡ്സ് എന്താണ്? വേർഡ്സ് ഹാവിങ് a certain meaning, let's say preset or already given meaning. Okay, meaning എന്ന് പറയുമ്പോൾ എങ്ങനെ within the context of C programming. Okay, അടുത്ത എന്താണ്? Identifiers. Identifiers means നമ്മൾ കൊടുക്കുന്ന പേരുകളാണ്, ബേസിക്കലി names given to variables, functions. ഓക്കെ, അതായത് നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യണം, നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്യുന്നതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട് നമ്മൾ മെൻഷൻ ചെയ്തല്ലോ, ആ ഫംഗ്ഷൻസ് ആവാം. എങ്ങനെയാണെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന അതിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു പേരിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കോൺസ്റ്റൻസ് ആവാം. വാട്ട് യു മീൻ ബൈ കോൺസ്റ്റൻസ്? കോൺസ്റ്റൻസ് മീൻസ് വാട്ട്? ഫിക്സ്ഡ് വാല്യൂ ഉള്ള നമ്പേഴ്സ്, 90, 10, 0, 22, whatever. ഫിക്സ്ഡ് വാല്യൂ ഉള്ള വേരിയബിൾ എന്ന് പറഞ്ഞാൽ, വേരിയബിൾസ് മീൻസ് ഇറ്റ് ക്യാൻ ഹോൾഡ് എനി വാല്യൂ, വാല്യൂ ഇൻ ദ സെൻസ് അണ്ടർ ദ ഗിവൻ സ്റ്റിപ്പുലേഷൻ. പക്ഷേ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ, ആ മീനിങ് തന്നെയാണ്. നിങ്ങൾ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന അതേ ഇത് തന്നെയാണ്. ഓർ ഇറ്റ് ക്യാൻ ബി സ്ട്രിങ് ലിറ്ററൽസ്, അതായത് ക്യാരക്ടേഴ്സ് ആവാം, എ, ബി, ഓർ ഇതിൻ്റെ കോമ്പിനേഷൻ ആവാം, മേ ബി എന്താണ് പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് തിങ്സ്, അതായത് ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ അക്ഷരങ്ങളോ വാക്കുകളോ ഒക്കെ ആക്കുന്നത്. അതായത് നമ്മൾ ഈ കീവേഡ്സ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈസ് സ്പെസിഫിക് ആയിട്ട് ഒരു സാധനം ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇതിൽ നമ്മൾ നമ്പേഴ്സ്, കോൺസ്റ്റൻസ് ഇടുന്നത് പോലെ നമുക്ക് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന വാക്ക് ആയിട്ട് നമുക്ക് വേണമായിരിക്കും, അല്ലെങ്കിൽ ABCD എന്ന് പറയുന്ന ഒരു വാക്ക് പോലെ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് സ്ട്രിങ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ദെൻ ദെയർ ക്യാൻ ബി സിമ്പിൾസ്. സിമ്പിൾസ് എന്താണ്? നമ്മൾ നേരത്തെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തു അല്ലേ. അതുപോലെ ഇപ്പോൾ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ ഇഫ് യു റിമെമ്പർ most of the not most, all the statements that we wrote in our sample program, that was ending with something like this, a semicolon. So remember this, all statements, if you want to end a specific statement, you have to put a semicolon. അങ്ങനെയാണ് കമ്പൈലറുടെ മനസ്സിലാവുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തീർന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇത് ഒരു സിമ്പിളാണ്. സോ ഇങ്ങനെ നമ്മൾ സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം, all of these are known as tokens. നമ്മൾ എഴുതുന്ന ജസ്റ്റ് സ്പെല്ലിങ് ഇറ്റ് ഔട്ട് ടു യു, അത്രേ ഉള്ളൂ. ഓക്കെ, നൗ ഇനി നമ്മൾ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലോട്ട് വരികയാണ്. ഇപ്പോൾ നമ്മളൊരു വേരിയബിൾസ് എന്ന് പറഞ്ഞല്ലോ. സോ വേരിയബിൾസ് മീൻസ് വാട്ട്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ വി ഡൂയിങ്? വി ആർ എന്താണ്, നമുക്ക് മെമ്മറി, ഇങ്ങനെ കുറേ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അപ്പം നമ്മളതിൽ ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മൾ പറയണം, ഓക്കെ ഐ വാണ്ട് സച്ച് ആൻഡ് സച്ച്, or I want to reserve a memory location to store a certain type of value. Okay, it can be a number, it can be a letter, it can be a string or whatever. So അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം അങ്ങനെ ഐഡൻറ്റിഫൈ നമ്മൾ കൊടുക്കുന്ന പേരാണ് വേരിയബിൾ. ഓക്കെ, സോ യു ക്യാൻ ഗിവ് എനി നെയിം അതർ ദാൻ കീവേഡ്സ്. കീവേഡ്സ് കൊടുക്കാൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു വേരിയബിളിന് ഇൻഡ് എന്നുള്ള പേരുള്ളൊരു വേരിയബിൾ യു കനോട്ട് ക്രിയേറ്റ്. Okay, suppose I am giving a variable as number. So and I want to store what? 10 into this variable number. So this value 10 will be saved in number. Okay, and whenever I am taking out number, ഈ number എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അത് ആ 10 എന്നുള്ള ഇതാണ് അതിൽ വരുന്നത്. Okay, the other thing is that ഞാൻ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ നമുക്ക് ഇങ്ങനെ പ്രോഗ്രാമിംഗ് വാക്കുകൾ യൂസ് ചെയ്യാം, സ്ട്രിങ് ലിറ്ററൽസ്. എന്നാൽ ഈ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ഇതുപോലെ ഇങ്ങനെ തന്നെയാണല്ലോ. സോ അതിന് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിങ് ലിറ്ററൽസിന് വാട്ട് വി ഡു ഇസ് വി പുട്ട് ദിസ് ഡബിൾ കോട്ട്സ്. നമ്മൾ ഈ രണ്ട് ഡബിൾ കോട്ട്സിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ നമുക്ക് സെൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ആ വാക്കുകൾ അതുപോലെ വേണം എന്നുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യണം, അതായത് സെൻറ്റൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യണം, വേർഡായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ വി പുട്ട് ദിസ് ഡബിൾ കോട്ട്സ് അറ്റ് ദ ബോത്ത് എൻഡ്. ഇല്ല, അങ്ങനെ ഇടുന്നില്ല, ജസ്റ്റ് ആയത് മാത്രം എഴുതുന്നെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ എന്താണ്, ആസ് എ വേരിയബിൾ നെയിം. ഓക്കെ, സോ variables can be anything. So this data that we are storing here, what kind of data can be there? അതിനെയാണ് നമ്മൾ we call it data types. Okay, in C. So data types, there can be some basic data types. Okay, what are those? There can be integers. There can be integers. There can be character. There can be floating point. There can be void. These four are the four basic division of the basic data types. ഇതിൽ ഇൻറ്റിജറിൽ തന്നെ എന്താണ്, there can be long, there can be short, അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ക്യാരക്ടറിൽ വേറെ ഇതൊന്നുമില്ല, ഇത് ഒറ്റ ക്യാരക്ടർ എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റിങ്ങിലാണെങ്കിൽ തന്നെ എന്താണ്, ഫ്ലോട്ട് എന്ന് പറയുന്നൊരു ഇതുണ്ട്, ഡബിൾ എന്ന് പറയുന്നൊരു ഇതുണ്ട്. സോ എന്തൊക്കെയാണ്, ഇൻറ്റിജേഴ്സ് മീൻസ് നമ്പേഴ്സ്. ഓക്കെ, ക്യാരക്ടർ മീൻസ് ABCD letters. Okay, whatever, capital or small letter. Floating point means നമുക്ക് ഡെസിമൽ പോയിന്റ് വരുന്നത് 0.1, 1.2 അങ്ങനെ വരുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിന്റും ഡബിളും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, ഫ്ലോട്ട് ആൻഡ് ഡബിൾ? Double will be able to accommodate more number of decimal points. Then what about this long and short? ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്താണ്, വാട്ട് ഇസ് ഇറ്റ്? ദാറ്റ് ഈസ് ഷോർട്ട് മീൻസ് the range of integers that can be stored as a short integer is lesser compared to long integers. അല്ലേ? അതായത് എത്ര ഏതൊക്കെ വാല്യൂ മുതൽ ഏതൊക്കെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ലിമിറ്റ് ഉണ്ട്. കാരണം ബേസിക്കലി വിൽ ബി യൂസിങ് സർട്ടൺ നമ്പർ ഓഫ് ബിറ്റ്സ് ടു ഡിനോട്ട് ആൻ ഇൻറ്റിജർ. അപ്പോൾ അത് നമ്മൾ വെൻ ദ നമ്പർ ഓഫ് ബിറ്റ്സ് ആർ ഇൻക്രീസ് യു ക്യാൻ സ്റ്റോർ ലാർജർ വാല്യൂ ഓഫ് ഇൻറ്റിജർ. അത് കുറയുമ്പോൾ ഓൺലി ലെസർ വാല്യൂ ഓഫ് ഇൻറ്റിജർ ക്യാൻ ബി സ്റ്റോർഡ്. അത് തന്നെയാണ് ഈ ഫ്ലോട്ടിങ്ങിലും നടക്കുന്നത്, ഫ്ലോട്ടിംഗ് പോയിന്റിലും. ഓക്കെ, സോ വി ഹാവ് ഇൻറ്റിജേഴ്സ് വിച്ച് ആർ ബേസിക്കലി നമ്പേഴ്സ്. We have character, which are the letters. We have floating point, which are basically numbers with decimal points. Then we have void.
This is nothing. That is, this is used to denote that there is no data type. ഇത് മൂന്നും നമുക്കിപ്പം എന്താണ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉള്ള ഇതല്ലേ, എന്താണ് ഇത് മൂന്ന് നമുക്ക് ഈ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യാനുള്ളതാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡേറ്റയും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് void. Okay. Then there is the second type, which are derived data types. Derived data types എന്ന് പറഞ്ഞാൽ ഈ ബേസിക് ഡേറ്റ ടൈപ്സിന് യൂസ് ചെയ്ത് നമുക്ക് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാം. വാട്ട് ആർ ദോസ്? We have array, we have structure, we have union, and we have pointer. Okay, so array means നമ്മൾ സോർട്ടിങ് ആൻഡ് സെർച്ചിങ് ചെയ്തപ്പോഴും നമ്മൾ എന്താണ് ലിസ്റ്റ് ഓഫ് ഇങ്ങനെ നൊട്ടേഷൻ യൂസ് ചെയ്യല്ല. അവിടെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള ലൊക്കേഷൻസിൽ നമ്പേഴ്സ് സേവ് ചെയ്യുക, അതിനെ ഓരോ ഇൻഡെക്സ് ഇങ്ങനെ കൊടുത്തു പോവുകയും ചെയ്തു. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. So you can have an array of integers, you can have an array of characters, like that. Structure means, see, array എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു array of ഒരു പേര് array of numbers എടുത്തു കഴിഞ്ഞാൽ ഒരു array of characters എടുത്തു കഴിഞ്ഞാൽ each element in an array should be of the same data type. But when it comes to structures and unions, അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ basically structures and unions are a collection of different variables. ഓക്കെ, അറേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ, ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് അത് ഒരു വേരിയബിളാണ്. ഓക്കെ, അതൊരു വേരിയബിളാണ്. പക്ഷേ സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസിന് നമുക്കതിൽ ഉൾക്കൊള്ളിക്കാനും ആക്സസ് ചെയ്യാനും പറ്റും. വിൽ കം ടു ദ ഡീറ്റെയിൽസ് വെൻ വി ഗെറ്റ് ദെയർ. ദെൻ ദെയർ ഇസ് ദിസ് തിങ് കോൾഡ് പോയിന്റേഴ്സ്. പോയിന്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളിതിൽ എന്താണ് ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു, അതിന് വേരിയബിൾ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പേരല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി മെമ്മറി അഡ്രസ്സ് എന്ന് പറയും. അഡ്രസ്, അതായത് ഈ മെമ്മറിയിൽ ഈ എത്രാമത്തെ ലൊക്കേഷനിലാണ് ഇന്ന വേരിയബിൾ നെയിമിലുള്ള ഡേറ്റ കിടക്കുന്നത്, ആ കോൺസെപ്റ്റാണ് നമ്മൾ പോയിന്റർ എന്ന് പറയുന്നത്. വിൽ കം ടു ദാറ്റ്, വിൽ സീ ദാറ്റ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. ഓക്കെ, സോ ദിസ് ഇസ് എ കോൺസെപ്റ്റ് ഓഫ് data types in C. Okay, now moving on. The next thing I want to talk about is the input and output functions. Okay, അതായത് എന്താണ്, what do I mean by input and output functions? See, ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അപ്പം സപ്പോസ് there is a program to add two numbers and you want to get the values from the user. അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വെച്ചോ. അപ്പം അതിൽ യൂസറിൻ്റെ നിന്ന് നിങ്ങൾക്ക് ഇത് റീഡ് ചെയ്യണം, എന്താണ് വാല്യൂസ് റീഡ് ചെയ്യണം. അതുപോലെ നമ്മൾ ഒരു പ്രോഗ്രാം റൺ ചെയ്തു, അതിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പം സമ്മ തന്നെ എടുക്കാം, അതിൻ്റെ വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. ദാറ്റ് ഈസ്, യു ഹാവ് ടു ടേക്ക് സം ഇൻപുട്ട് ഫ്രം ദ യൂസർ ആൻഡ് യു വാണ്ട് ടു ഗിവ് സം ഔട്ട്പുട്ട് ടു ദ യൂസർ. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസാണ് ബേസിക് ആയിട്ടുള്ള. ദർ ആർ മൾട്ടിപ്പിൾ, ബട്ട് when you just want to start coding, I just want to introduce two such functions. Okay, the first one is ScanF. Okay, so let's just erase this for a while, and first one is ScanF, and the other one is you are already familiar with it. It is the PrintF.
ScanF ഉം PrintF ഉം. Obviously പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ScanF is used to read something, ഇൻപുട്ട് ചെയ്യാനും PrintF ഔട്ട്പുട്ട് ചെയ്യാനും നിങ്ങളുടെ മോണിറ്ററിലേക്ക് പ്രിൻറ്റ് ചെയ്യാനും അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ScanF PrintF. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ എഴുതിയിട്ട് മാറ്റി കളഞ്ഞ സാധനം എന്താണ്? I just wrote ScanF %f %x. This was the statement I wrote. Okay, ഇതൊരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദിസ് ഇസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ എന്താണ് ScanF? സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റാണ്. സോ ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് ഡസ് ഇസ് യു ഹാവ് എ വേരിയബിൾ എക്സ്. Okay, and whatever the user is giving as input, it will be stored into x, and whatever the user is giving, it will be considered as some float value. Okay, some float value. ഇപ്പോൾ യൂസർ 10 ആണ് എൻ്റർ 10 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിലും അതിനെ 10.0 എന്നോ മറ്റോ കൺവേർട്ട് ചെയ്ത് ഒരു ഫ്ലോട്ട് ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇത് എക്സിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ വേരിയബിൾ. ഓക്കെ, സപ്പോസ് ഇത് എഫ് അല്ല, സപ്പോസ് ഇത് ഡി ആണ്. ഓക്കെ, ഇത് ഡി ആണ്. ഈ ഡി ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ ഇൻറ്റിജർ വാല്യൂ. ഇറ്റ് വിൽ ബി സം ഇൻറ്റിജർ വാല്യൂ. ആൻഡ് സപ്പോസ് ഇത് ഡി അല്ല, ഇത് സി ആണ്. Then x will be considered as some character value. So I hope you are getting a hang of this thing. So basically ScanF, when is ScanF used? You want to read some data, and this is the format. You have ScanF, the name of the function, and the bracket under, and always at the end ഒരു semicolon ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്നു കമ്പൈലറിന് മനസ്സിലാവാനായിട്ട്. ഓക്കെ, then you have something, comma, then something. ഈ ആദ്യത്തെ സംതിങ് എന്താണ്? ഇതിനെയാണ് നമ്മൾ ഫോമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത്. ഫോമാറ്റ് സ്പെസിഫയർ. ഓക്കെ, സോ വാട്ട് ഡസ് ഇറ്റ് ഡു? ഈ ഒരു എക്സാമ്പിളിൽ നിന്നും ആൻഡ് മോർ ഓവർ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് സ്പെസിഫൈസ് ദ ഫോമാറ്റ്. എന്ത് ഫോമാറ്റ്? ഈ വേരിയബിളിലേക്ക് ഇതിനെ ഇൻപുട്ടിനെ റീഡ് ചെയ്യുന്നത് എന്ത് ഫോർമാറ്റിലാണ് എന്ന് സ്പെസിഫൈ ഉണ്ട്. ദാറ്റ് ഈസ് വെദർ യു വോണ്ട് ടു റീഡ് ഇറ്റ് ആസ് എൻ ഇൻറ്റിജർ ഓർ യു വോണ്ട് ടു കൺസിഡർ ദ ഡേറ്റ ആസ് എ ഫ്ലോട്ട് ഓർ ക്യാരക്ടർ ഓർ വാട്ട് എവർ, ഓർ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ലോങ് ഇൻഡ് ഓർ ഷോർട്ട് ഇൻഡ് ഓർ വാട്ട് എവർ, അതിനെങ്ങനെ റീഡ് ചെയ്യുന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു സാധനമാണ്. ഈ കോഡ്സിനകത്ത് കിടക്കുന്ന പെർസെൻറ്റേജ് ഫോളോഡ് ബൈ സം എന്താണ് ഒരു ലെറ്റർ. ഓക്കെ, പെർസെൻറ്റേജ് CDF, അങ്ങനെ മൾട്ടിപ്പിൾ ഇതുണ്ട്. ഓക്കെ, സോ ഐ എം നോട്ട് മെൻഷനിങ് ഓൾ ഓഫ് ദം ഫോർ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി. നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് വിൽ ഡീൽ വിത്ത് ഇറ്റ്, ഓർ യു ക്യാൻ ലുക്ക് ഇറ്റ്. അപ്പോൾ അത് ടേബിളായിട്ട് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഈ രണ്ടാമത്തെ പാർട്ട് സെക്കൻഡ് സംതിങ് എന്താണ്? അതിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് എന്താണ്? ദിസ് ഈസ് ദ വേരിയബിൾ നെയിം. യു ആർ ടേക്കിംഗ് സം ഡേറ്റ ആൻഡ് യു വോണ്ട് ടു സ്റ്റോർ ഇറ്റ് ടു സം വേരിയബിൾ അല്ലേ. അല്ലാതെ എവിടെയെങ്കിലും അത് റീഡ് ചെയ്തിട്ട് ചുമ്മാ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് എവിടെയെങ്കിലും ഇടണം, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരാണിത്. ഇതിപ്പം എക്സ് എന്നുള്ളതിന് പകരം സച്ചിൻ എന്നിട്ട് കഴിഞ്ഞാൽ എന്താണ്? സച്ചിൻ എന്ന പേരുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതിലേക്ക് നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അത്രേ ഉള്ളൂ. ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ്? ഇതിന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചു, പോയിൻ്റർ അഡ്രസ് എന്ന് പറയുന്നൊരു സാധനം അല്ലേ. അതായത് ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ. വിൽ കം ടു ഓപ്പറേറ്റേഴ്സ്, ബട്ട് എനിവേ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് $x means it denotes the address of variable x. x എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണോ അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത്? നമുക്ക് ഏത് വേരിയബിളാണോ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. ആ വേരിയബിളിൽ
എന്ത് രീതിയിൽ എന്ത് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്കാൻഎഫ് ഇപ്പോൾ ആംപർസൻഡ് സച്ചിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആംപർസൻഡ് സച്ചിൻ എന്തായിട്ട് സ്റ്റോർ ചെയ്യും, എന്ത് ആയിട്ട് സ്റ്റോർ ചെയ്യണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന ഇതാണ് ഈ സാധനം, പെർസെൻറ്റേജ് വോട്ടെവർ. സോ അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഈ പെർസെൻറ്റേജ് സി ആണ് കിടക്കുന്നത്, ഓക്കെ, ക്യാരക്ടർ. പക്ഷേ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നത് സേ 25 എന്ന് പറയുന്ന നമ്പറാണ്. സോ ഹൗ ക്യാൻ 25 ബി റെഡ് ആസ് എ ക്യാരക്ടർ? ഇറ്റ് ഈസ് ഓബ്വിയസ്ലി എ നമ്പർ അല്ലേ. സോ ദ തിങ് ഈസ്, ഇപ്പം നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടർ ആണെങ്കിലും ഇൻറ്റിജർ ആണെങ്കിലും ഡെസിമൽ ആണെങ്കിലും ഡെസിമൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിലും വാട്ട് എവർ ബി, അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എ ബിറ്റ് പാറ്റേൺ അല്ലേ, ഒരു സം സോർട്ട് ഓഫ് ബിറ്റ് പാറ്റേൺ ആണ്. സോ ഈ ബിറ്റ് പാറ്റേണിനെ മെമ്മറിയിൽ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്തേക്കാണ്, മൾട്ടിപ്പിൾ മെമ്മറി ലൊക്കേഷൻസിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തേക്കാണ് അല്ലേ, റാമിൽ. ഈ സാധനത്തിന് ഇറ്റ് ഈസ് അപ് ടു ദ കമ്പ്യൂട്ടർ ഓർ ഇറ്റ് ഈസ് അപ് ടു ദ സോഫ്റ്റ്വെയർ ടു ഡിറ്റർമിൻ ഹൗ ടു ഇൻ്റർപ്രറ്റ് ദിസ് ബിറ്റ് പാറ്റേൺ. അത് ഈ ഒരു ബിറ്റ് പാറ്റേൺ എന്തായിട്ടാണ് റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിന് സെയിം ബിറ്റ് പാറ്റേണിലൊരു ക്യാരക്ടർ വാല്യൂ ഉണ്ടാവാം, സെയിം ബിറ്റ് പാറ്റേണിലൊരു ഇൻറ്റിജർ ഉണ്ടാവാം, സെയിം ബിറ്റ് പാറ്റേണിലൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ടാകും, എന്തുവേണമെങ്കിലും ഉണ്ടാകും. അതിനെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നുള്ളതിലിരിക്കും. അതേ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ 25 എന്ന് കൊടുക്കുമ്പോൾ 25 ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ബൈനറി ബിറ്റ് പാറ്റേൺ വാല്യൂ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ റീഡ് ചെയ്യുമ്പോൾ ക്യാരക്ടറായിട്ടാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ മേ ബി എ ഓർ സെഡ് ഓർ വാട്ട് എവർ, മേ ബി സം സിമ്പിൾ, കോളൻ സിമ്പിൾ, വാട്ട് എവർ, അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഡി ആണെങ്കിൽ ഇതിൻ്റെ ഈ കറസ്പോണ്ടിങ് വാല്യൂ ഇൻറ്റിജർ, അത് ഓബ്വിയസ്ലി 25 ആയിരിക്കും. അല്ല എഫ് ആണെങ്കിൽ എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സം സോർട്ട് ഓഫ് ഫ്ലോട്ടിംഗ് വാല്യൂ. അങ്ങനെയാണ് അതിനെ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഡോണ്ട് വറി, ആഫ്റ്റർ ഐ ഗെറ്റ് ത്രൂ ദിസ് ലെക്ചർ, അതായത് നമ്മൾ ഈ ബേസിക്സ് ഒന്ന് പറഞ്ഞിട്ട് വിൽ സ്റ്റാർട്ട് ഡൂയിങ് സം സ്മോൾ പ്രോഗ്രാംസ് സോ ദാറ്റ് യു ഗെറ്റ് എ ക്ലിയർ പിക്ചർ. ഓക്കെ, ഇനി PrintF. സോ ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് PrintF X സെമിക്കോളൻ. ഓക്കെ, സോ ഇത് ഡബിൾ കോട്ട്സ് ആണ് മേ ബി. അപ്പം ഇതിലെന്താണുള്ളത്, പ്രിൻ്റ്എഫിൽ ആദ്യത്തെ സാധനം, ആദ്യം ഇതിലും രണ്ട് സംതിങ്, ദർ ഇസ് ടു സംതിങ്സ്. ഫസ്റ്റ് സംതിങ് ഇസ് വാട്ട്, ഫസ്റ്റ് സംതിങ് ഇസ് വിത്തിൻ ഡബിൾ കോട്ട്സ്, ഇതിലും വിത്തിൻ ഡബിൾ കോട്ട്സ് ആണ്. സോ ഇതിൽ ഫസ്റ്റ് സംതിങ്ങിൽ അകത്ത് വരുന്ന ഡബിൾ കോട്ട്സിലുള്ള സാധനം ഇറ്റ് വിൽ ബി പ്രിൻറ്റഡ് ആസ് സച്ച്. ഇഫ് ഐ എം റൈറ്റിംഗ് ഹലോ inside this, hello will be printed. Okay, then what is the purpose of this percentage d and x? So whenever you are seeing this percentage d or f or c whatever, okay, you should understand that okay, some sort of variable is involved and we want to print some sort of value. ഒരു വേരിയബിളിലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ് എപ്പോഴും ഈ സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാക്കണം ഒരു വേരിയബിൾ വരണം എന്നുള്ള. അപ്പോൾ ഓബ്വിയസ്ലി എന്താണ്, ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മളൊരു ഇൻറ്റിജറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ, ലെറ്റ് മീ റൈറ്റ് ദിസ് മോർ പ്രോപ്പർലി. സോ ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് PrintF my name is %d comma x. Okay, what will the output be? Output will be my name is ഈ പെർസെൻറ്റേജ് ഡിയുടെ പെർസെൻറ്റേജ് എക്സ്, സോറി ദിസ് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്താണ്, അത് 10 ആണെങ്കിൽ മൈ നെയിം ഇസ് 10 എന്ന് വരും. ഓക്കെ, 42 ആണെങ്കിൽ 42 എന്ന് വരും. ആൻഡ് ഇഫ് ദിസ് ഇസ് നോട്ട് ഡി, ഇഫ് ഇറ്റ് ഇസ് പെർസെൻറ്റേജ് സി, ദെൻ വാട്ട് എവർ വാല്യൂസ് ദെയർ ഇൻ ദ വേരിയബിൾ എക്സ് അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ഈ 10 ആണ് വാല്യൂ എങ്കിൽ 10ന് ഈക്വലൻ്റ് ആയിട്ടുള്ള സംതിങ്, okay, C or D or whatever, maybe some specific symbol, something, whatever. Okay, so if you want to print some and then a specific date sentence or string,
അതിനെ ഡബിൾ കോട്ട്സിനകത്ത് ഇടുക. എന്നിട്ട് ഇതിൽ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ സപ്പോസ് ഇപ്പോൾ എനിക്ക് ന്യൂ പേജ്, ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഇടുന്നു, PrintF my percentage D is percentage C X Y. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് നടന്ന് എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങോട്ടെടുക്കും, ഇതിനെ ഇങ്ങോട്ടെടുക്കും. സോ ഇറ്റ് വിൽ ബി മൈ whatever values there in X interpreted as an integer and whatever values there in Y interpreted as a character. See, ഇങ്ങനെയായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. Okay, just understand this. We'll deal with we'll see some examples later. Okay, I just want to lay down the basics. Okay, പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ലെക്ചർ that I want to complete is the concept of operators. Operators എന്ന് പറഞ്ഞാൽ എന്താണ്? Operators എന്ന് പറഞ്ഞാൽ mathematical operators ആവാം, അല്ലാത്തതാവാം. Anyway, I'll just list it down. അത് നിങ്ങൾക്ക് കാണുമ്പം കുറച്ചൊരു ഐഡിയ കിട്ടും. Arithmetic എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റിമൈൻഡർ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്. ഓക്കെ, then there are relational. Equal to, not equal to, greater than, less than, greater than or equal to, less than or equal to. ഇപ്പോൾ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങൾക്ക് ആ ടൈപ്പ് ഓഫ് ഓപ്പറേഷനും ഞാൻ ആ പറഞ്ഞു പോകുന്ന പേരും വെച്ചിട്ട് യു വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ. ദെൻ ദർ ആർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ദർ ഇസ് ദ ലോജിക്കൽ ആൻഡ്, ദർ ഇസ് ദ ലോജിക്കൽ ഓർ, ദെൻ ദർ ഇസ് ദ ലോജിക്കൽ നോട്ട്. Okay, I hope you have studied AND gate, OR gate and NOT gate in your +2 classes or in your basic electronics class. So I hope you are familiar with logical operations. Then there are the bitwise operators, and or shift left, shift right, things like that. Okay. Then there are the assignment operators. Equal to, plus equal to, minus equal to, things like that. So what is the difference between this equal to and this equal to, or these multiple equal tos? This is an assignment. That is, if I am writing A equal to B, it is assigning the value of B to A. Okay. Assignment എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കിടക്കുന്നതിൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിലേക്ക് കോപ്പി ചെയ്യുക, അതാണ് അസൈൻമെൻറ്റ്. റിലേഷണൽ എ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എയും ബിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. എയും ബിയും ഈക്വൽ ആണെങ്കിൽ എന്താണ്, ഇവിടെ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന ഒരു ട്രൂ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആയിരിക്കും. ഇക്വലൻ്റ് അല്ലെങ്കിൽ എന്താണ്, ഇവിടെ ഫോൾസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആയിരിക്കും, ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇതെല്ലാം റിലേഷണലി വാല്യൂസ്, ഈ റിലേഷൻ അനുസരിച്ച് വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അത് ഇടുകയാണ് ചെയ്യുന്നത്. സോ ദെൻ വാട്ട് ഇസ് എ പ്ലസ് ഈക്വൽ ടു ബി? എ പ്ലസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് മീൻസ് എ ഈക്വൽ ടു എ പ്ലസ് ബി. സിമിലർലി എ മൈനസ് ഈക്വൽ ടു ബി മീൻസ് എ ഈക്വൽ ടു എ മൈനസ് ബി. Okay, a star equal to, divide equal to, remainder equal to, multiple things are possible. Okay, we will deal with this, we will see these different things. നമ്മൾ ആവശ്യം വരുമ്പോൾ നമുക്ക് കാണാം, അല്ലാതെ ഇപ്പം എല്ലാം കാണാതെ വരച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. Then we have some miscellaneous stuff. Okay, size of
ഇതൊരു ഫംഗ്ഷനാണ്, ഓപ്പറേറ്റർ അല്ല. അതായത് ഇപ്പോൾ നമുക്കൊരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ സൈസ് അറിയണം, അതായത് അത് എത്ര മെമ്മറി ലൊക്കേഷൻസ് എടുക്കുന്നു, അതിന് എത്ര ബിറ്റ് ലെങ്ത് ഉണ്ട് എന്നറിയണമെങ്കിൽ വി ക്യാൻ യൂസ് ദ സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഓക്കെ, യു റൈറ്റ് ദ വേരിയബിൾ നെയിം ഇൻസൈഡ് ദിസ്. ഓക്കെ, ദെൻ ഓക്കെ, ഇത് മൾട്ടിപ്പിൾ ഈ സെയിം സാധനം പല സ്ഥലത്തും വരുന്നുണ്ട് കണ്ടോ. പക്ഷെ ഇവിടെ എല്ലാം ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. കോണ്ടെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെയർ യു ആർ യൂസിങ് ഇറ്റ്. ഹിയർ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലോജിക്കൽ ഓപ്പറേറ്റർ, ഹിയർ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബിറ്റ്വൈസ് ഓപ്പറേറ്റർ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി അഡ്രസ് ഓഫ് എ. എങ്ങനെ? ലൈക്ക് വി യൂസ്ഡ് ഹിയർ. അഡ്രസ്സ്, ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുക്കാനായിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ എന്താ മൾട്ടിപ്ലിക്കേഷൻ അല്ല യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഹിയർ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൻ അഡ്രസ് ഓഫ് സംതിങ്. ഓക്കെ, ഇതൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ഇത് യൂസ് ചെയ്യാം. ഒരു അഡ്രസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സ്റ്റാർ യൂസ് ചെയ്യാം. നമ്മൾ വിൽ ഡീൽ വിത്ത് ഇറ്റ് ലേറ്റർ, ഡോണ്ട് വറി. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ ഇതാണ് വളരെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സി പ്രോഗ്രാമിങ്ങിൻ്റെ, അതായത് ഒരു സി പ്രോഗ്രാം എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് യൂസ്ഫുൾ ആയിട്ട് മീനിങ് ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ അറിയണം. ഇതിൻ്റെ കൂടെ നമുക്ക് അറിയേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലൂപ്സ്. ഓക്കെ, decision making and loops that we'll deal with later. Decision making എന്ന് പറഞ്ഞാൽ എന്താണ്? You will by now you should understand if else. Okay, then എന്താണ് if else ഇങ്ങനത്തെ, അതായത് ഇഫിൻ്റെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ. then there is something called as a switch, and then there is switches inside switches. ഈ ഇഫിനകത്ത് ഇഫുള്ള പോലെ സ്വിച്ചിനകത്ത് സ്വിച്ച് വരാം. എനിവേസ്, ഇഫും ഇഫ് എൽസും സ്വിച്ചും, ദീസ് ആർ ഡിസിഷൻ മേക്കിംഗ് തിങ്സ്. സോ ഇഫും ഇഫ് എൽസും ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ബൈ നോ. നമ്മൾ അൽഗോരിതംസ് എഴുതി വെച്ചിട്ട് switch we will deal with later. And when it comes to loops, we have obviously for loop നിങ്ങൾ കണ്ടിട്ടുണ്ട്. for I equal to something to something, പക്ഷേ അതിനൊരു സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്. then there is something called as a while loop, and then there is something called as a do while loop. okay, actually ഈ ഡു വൈൽ ലൂപ്പാണ് നമ്മൾ അൽഗോരിതംസിൽ ആദ്യം നമ്മൾ ലൂപ്പ് ചെയ്തപ്പോൾ ഈ ഡു വൈൽ എന്നുള്ളൊരു ലോജിക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ ദർ ആർ സം തിങ്സ് കോൾഡ് ആസ് ബ്രേക്ക്, കണ്ടിന്യൂ. ഓക്കെ, സോ ഇതെല്ലാം ലൂപ്പ്, ഇത് 3 ലൂപ്പാണ്. ഇത് ലൂപ്പിൽ യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് കീവേഡ്സ് ആണ്. Okay, so I am stopping this lecture here. Before that, what did we do today? We just went through the basic, what all things we are writing. Okay, tokens in C, in the keywords, identifiers, constants, string literals and symbols. Then we went through what a variable is and different types of data that can be stored in variables. This is not a complete classification, but I am just noting down what are required. I want you to do something. I want you to find a chart of the different data types possible and find the space or the size of each type of variable. That is, for example, character is a 1 byte data type. That is, to store each character നിങ്ങൾക്ക് 1 byte memory വേണം. അതൊരു ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എത്ര? 4 ബൈറ്റാണ് യൂഷ്വലി. ഒരു ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ് ഓഫ് മെമ്മറി വേണം നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ ഓരോന്നിനും ഇത് എത്ര വേണം എന്നുള്ളത് യു ഫൈൻഡ് ഔട്ട്. Then we went to the basic and derived data types, and we mentioned that derived data types we'll deal with later when it comes. Then we went through 2
functions, one for reading or inputting and the other for printing or outputting. അതിൻ്റെ specifications നമ്മൾ നോക്കി. Right. Then we briefly went through the operators possible. And we mentioned what is coming in the future. എന്താണ് ഡിസിഷനും ലൂപ്പും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഡിസിഷൻ ലൂപ്പും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫങ്ഷനിങ് പ്രോഗ്രാം, it may not be the most efficient or elegant one, but once you have covered up to loops, you can do many things. Okay, so I am stopping my lecture, this lecture here. അടുത്ത ലെക്ചറിൽ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമ്മൾ ബ്രീഫായിട്ടൊന്ന് നമുക്ക് ആക്ച്വലി ഒന്ന് കോഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊക്കെ. ഓക്കെ, താങ്ക് യു.